हरि ओम तत्सत। जय गुरु जय गुरु जय गुरु। हरि ओम तत्सत। जय गुरु जय गुरु जय गुरु। जय भारत जय हिंद। എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന് 80 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണെന്ന്. 80ാമത്തെ പിറന്നാളാണത്. എന്ന് പറഞ്ഞാൽ 79 കൊല്ലം മുൻപ് അല്ലെങ്കിൽ 80 കൊല്ലം മുൻപ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായി തീർന്നു. ആ സ്വതന്ത്രമാകുന്നത് വരെ നമ്മൾ പാരതന്ത്ര്യത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അധീനത്തിൽ. അപ്പോൾ മറ്റുള്ളവർ രാജ്യം ഭരിക്കുന്ന സമയത്ത് അവർക്ക് ഈ രാജ്യഭരണം സ്വത്ത് ശേഖരിക്കാനും അധികാരം പ്രകടമാക്കാനുമുള്ള ഒരു വേദിയായി തീരുന്നുള്ളൂ. നമ്മുടെ വിശാലമായ രാജ്യത്തിൽ പർവ്വതങ്ങളുണ്ട്, സമുദ്രതീരങ്ങളുണ്ട്, തടാകങ്ങളുണ്ട്, പുഴകളുണ്ട്. ഈ ഭൂമിയുടെ ഉള്ളിൽ പലതരത്തിലുള്ള ഖനികളുമുണ്ട്. ഇതിനെല്ലാറ്റിനും വലിയ വിലയാണ്. ഈ വില നല്ലപോലെ മനസ്സിലാക്കി അതെല്ലാം വേണ്ടതുപോലെ വിനിയോഗിച്ച് അതിൽ നിന്ന് രാജ്യത്തിന് സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടപ്പടിക്ക് നമ്മുടെ വളർച്ചയെ രൂപപ്പെടുത്തി ഭരിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതാണ് സ്വാതന്ത്ര്യം. അത് കിട്ടിയതിന് ശേഷം 79 കൊല്ലം കഴിഞ്ഞുല്ലോ. ഈ 79 കൊല്ലത്തിൽ ഭാരതം വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട്. പലർക്കും അറിയില്ല എത്രയാണ് പുരോഗമനമെന്ന്. ഞാൻ വളരെ കൊല്ലങ്ങൾ മുൻപ് കേരളത്തിൽ നിന്ന് കൽക്കത്തയ്ക്ക് കൊല്ലത്തിലൊരിക്കൽ പോയിക്കൊണ്ടിരുന്നു. ഉദ്യോഗം ഭരിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ്. അപ്പം ഞങ്ങൾ അന്ന് കയറി പോകുമ്പോൾ 4 ദിവസത്തെ യാത്രയാണ്. അന്നൊക്കെ സ്റ്റീം എഞ്ചിനാണ്, നീരാവിയിൽ ഓടുന്നതാണ്. നീരാവി ഉണ്ടാക്കുന്നത് കൽക്കരി കത്തിച്ചിട്ടാണ്. അപ്പോൾ കൽക്കരി കത്തി 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 കുറച്ച് കഴിഞ്ഞാൽ ആ പുക പുറത്തേക്ക് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ കൽക്കരിയുടെ പൊടി ധാരാളം വരും. അപ്പോൾ ഞങ്ങൾ തീവണ്ടിയിലിരിക്കുമ്പോൾ തലമുടിയുടെ ഉള്ളിലൊക്കെ കൽക്കരിപ്പൊടിയാവും. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ 4 ദിവസത്തെ യാത്രയാണ്. അന്ന് അനുഭവിച്ചത്, അന്നതൊക്കെ അനുഭവിക്കുമ്പോൾ ഒരു കഷ്ടമാണെന്ന് തോന്നാറില്ല. എന്താ, വേറെ വഴിയൊന്നുമില്ലല്ലോ. ആ സ്ഥാനത്ത് ഇപ്പം നമുക്ക് ഡബിൾ ലൈൻ, റെയിൽവേ ഡബിൾ ലൈൻ നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. ഒരു സ്റ്റീം എഞ്ചിൻ എന്ന് പറയാൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണിപ്പോൾ. ഒക്കെ ഇലക്ട്രിസിറ്റി കൊണ്ട്, വിദ്യുത് ശക്തി കൊണ്ട് ഓടുന്നതാണ്. ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി നമ്മുടെ പുരോഗതി എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ നമ്മുടെ പാർലം പഞ്ചായത്താണ്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്, കേരള സംസ്ഥാനത്തിലാണ്, ഭാരതത്തിലാണ്. ഒരു തരത്തിൽ ഒരു മാതൃകാ പഞ്ചായത്തായിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് എന്താ ഉള്ളത് ആവശ്യം എന്ന് ചോദിച്ചാൽ, ഗതാഗതത്തിനുള്ള റോഡുകൾ വേണം, വിദ്യുത് ശക്തി വേണം, വെള്ളവും വേണം. ഇത് 3 നമുക്ക് സർക്കാർ തരുന്നുണ്ട്. ഇത് 3 കിട്ടിയാൽ പിന്നെ ഗ്രാമവാസികൾ തന്നെത്താനെ അവരുടെ ജോലി ചെയ്ത് അഭിവൃദ്ധിപ്പെട്ടോളും. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇതിലേറെ സുഖവും സൗകര്യവും എവിടെയാണെന്ന്. അപ്പോൾ ഇത് വലിയ ഒരു വളർച്ചയാണ്. ഈ വളർച്ച നമുക്ക് സാധിച്ചത് നമ്മൾക്ക് 79 കൊല്ലം മുൻപ് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പേരിലാണ്. നമ്മുടെ രാജ്യം വളരെ ത്വരിതഗതിയിൽ വേഗം തന്നെ വളർന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ വളർച്ച പലരും അനുവദിക്കാൻ തയ്യാറില്ല. ആരാത്? പുറമേ ഉള്ളവർ. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, ജനസംഖ്യയിൽ 1ാമതാണ്. അപ്പോൾ നമുക്കിവിടെ യുവാക്കൾ ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള യുവശക്തി ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇല്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ യുവാക്കൾക്ക് എപ്പോഴും നല്ല പോലെ പ്രവൃത്തിയെടുക്കാൻ ഊർജ്ജസ്വലതയും ആ ശക്തി വളരെയധികം ഉണ്ട്. പിന്നെ നമ്മൾ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് പലതും വാങ്ങാനുള്ള ഒരാവശ്യവും പണവും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ ആയം വ്യയം എന്ന് 2ആണല്ലോ. നമ്മൾക്ക് ഇത് മേടിക്കാനുള്ള ഒരു വലിയ ശക്തി നമുക്കുണ്ട്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയെ വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ള നിലയ്ക്ക് നമുക്ക് വളരാനുള്ള സാധ്യത ധാരാളമുണ്ട്. പക്ഷേ എന്തു വേണം? രാജ്യത്തിൽ ഐക്യമുണ്ടാവണം.
നമ്മുടെ രാജ്യമാണ്, അത് വളരണം. അതിൻ്റെ വളർച്ചയിൽ തകരാറുണ്ടാക്കാനും തടസ്സപ്പെടുത്താനും ലോകരാഷ്ട്രങ്ങൾ പലരും മതത്തിൻ്റെ പേരിലും അല്ലാതെയും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമത്തിന് വിധേയരാകാതെ, അടിമയാകാതെ നമ്മുടെ രാജ്യത്തെ ഒരുമിച്ച് നിന്ന് ശക്തിപ്പെടുത്തി എല്ലാവർക്കും അസൂയാവഹമായ രീതിയിൽ നമ്മളുടെ പുരോഗതിയെ ശക്തിപ്പെടുത്തണം, വേഗമാക്കണം എന്നുള്ളൊരു വിചാരം ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും വേണം. നമ്മുടെ പൗരന്മാരുടെ ഉള്ളിൽ രാജ്യസ്നേഹവും അത് സംബന്ധിച്ച ഒരു ഐക്യബോധവും ഉണ്ടായാൽ മാത്രമേ ഈ വിദേശത്തിൽ നിന്നുള്ള തുരങ്കം വെപ്പിനെ തടുത്തു നിർത്താൻ പറ്റുള്ളൂ. രാഷ്ട്രീയമായി അവർ കൈയാളാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും സാമ്പത്തികമായി ഇന്ത്യയെ അടിച്ചമർത്തണം എന്ന് വിചാരിക്കുന്നവരാണ് പലരും ലോകരാജ്യങ്ങളിൽ. ഇത് നമ്മളൊന്ന് മുൻകൂട്ടി മനസ്സിലാക്കണം. എന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സർക്കാർ, തലസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അവരുടെ റേഡിയോയിലൂടെ, ടെലിവിഷനിലൂടെ മറ്റ് പല വിധത്തിലുള്ള സംഭാഷണങ്ങളും സംവാദങ്ങളും എല്ലാം ഏർപ്പെടുത്തി നമ്മുടെ പ്രജകളെ ഈ കാര്യത്തിൽ ഉദ്ബുദ്ധരാക്കിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ. ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് ആസ്പത്രിയിലാവാം, സ്വന്തം വീട്ടിലാവാം. പക്ഷേ ആ കുട്ടി ഒരമ്മയ്ക്കും അച്ഛനുമാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടി വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ പൗരനായിട്ടാണ് ജനിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്കൊരു പാസ്പോർട്ടൊന്നും കിട്ടില്ല. പാസ്പോർട്ട് കിട്ടണമെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പാസ്പോർട്ടേ ഉള്ളൂ, ഇന്ത്യയുടെ പാസ്പോർട്ട്. അപ്പം നമ്മളൊരു പൗരനാണ്, ഞാൻ രാജ്യത്തിലുള്ള നാഗരികനാണ് എന്നൊരു ബോധം അച്ഛന്മാരടക്കം കുട്ടികളിൽ ആദ്യമേ മുതൽക്ക് വളർത്തിക്കൊണ്ടുവരണം. എന്നാലേ ദേശസ്നേഹം ഉണ്ടാവുള്ളൂ. ദേശത്തിൻ്റെ ഒരു സമ്പത്തും നാം നശിപ്പിക്കരുത്. അത് പണിത്ത് ഉയർത്തി കൊണ്ടുവരുന്നത് വലിയ വിഷമമാണ്. എന്തിൻ്റെ പേരിലായാലും ദേശത്തിൻ്റെ ഒരു സ്വത്തിനെയും നശിപ്പിക്കാനുള്ള ഒരു പ്രവണത ആരുടെ മനസ്സിലും ഉണ്ടാവരുത്. അതിൻ്റെ വിലയും മഹത്വവും പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളുടെ മനസ്സിനെയും മനസ്സാക്ഷിയെയും തട്ടി ഉണർത്തുന്നത് മാത്രമേ വഴിയുള്ളൂ. ഈ വക കാര്യങ്ങൾ നിങ്ങളെല്ലാവരും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിതന്മാരും മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ രാജ്യസ്നേഹത്തിൻ്റെയും നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയുടെയും അതിൽ നമ്മൾ നേരിടുന്നതായ വിദേശീയ സ്വാധീനങ്ങളും തടസ്സങ്ങളും എന്താണെന്ന് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കണം. നിസ്സാര കാര്യമല്ലാതെ ഇതൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കേണ്ടതാണ്. ഇന്ത്യയുടെ മാപ്പ് എഴുതി വെച്ച് ഈ രാജ്യത്തിന് നശിപ്പിക്കാൻ, അതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ എന്താണ് വേണ്ടത് എന്ന് വളരെ ഉന്നതമായ ബുദ്ധികളെ കൊണ്ട് ആലോചിപ്പിച്ച് ഇന്ത്യ രാജ്യത്തിലുള്ള പ്രജകളുടെ മനസ്സിൻ്റെ വാത്സല്യങ്ങൾ എന്താ, ആ വാത്സല്യത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നുണ്ടോ ജനങ്ങൾ, അല്ല രാഷ്ട്രീയക്കാർ എന്നൊക്കെ നോക്കി അവരിൽ എന്തെങ്കിലും തരത്തിലുള്ള വികലത ഉണ്ടാക്കാനായി പരിശ്രമിക്കുന്ന സ്ഥിരം സമ്പന്ന രാഷ്ട്രങ്ങളുണ്ട് ലോകത്തിൽ. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നല്ലോണം രാജ്യസ്നേഹം ഉണ്ടാവട്ടെ, രാജ്യഭക്തി ഉണ്ടാവട്ടെ. നമ്മുടെ വളർച്ച എത്രയും ത്വരിതഗതിയിൽ നടക്കണം എന്നുള്ളൊരു ബോധവും അതിന് ഓരോരുത്തർക്കും അതിന് സംഭാവന ചെയ്യാൻ പറ്റും. അത് പണം കൊണ്ടല്ല, പ്രതാപം കൊണ്ടല്ല, നമ്മുടെ മനസ്സിലുള്ള വിചാരം കൊണ്ടും വികാരം കൊണ്ടുമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ തല്ലി കൂടുമ്പോൾ ഈ ഒരു വിചാരം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ. 79 കൊല്ലം കഴിഞ്ഞു. ഇത് വലിയ കാലാവധിയാണ്. അതിൽ നമ്മൾ വേണ്ടത്ര പുരോഗമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പോരാന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ എന്നാലും ധാരാളം പുരോഗമനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പ്രത്യേകിച്ച് കാണൂ, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എല്ലാവർക്കും ദേശഭക്തി ഉണ്ടാവട്ടെ. ജയ് ഭാരത്, ജയ് ഹിന്ദ്.